ശേഷിക്കുന്ന ജീവിതകാലം അധ്യാപികയായി തുടരണമെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. യഥാർത്ഥ വിദ്യാഭ്യാസ പ്രവർത്തനവുമായി ഞാൻ മുന്നോട്ടു പോകുന്നു. അതിന് വിഘാതമായി നിൽക്കുന്ന എന്തിനേയും എനിക്ക് തൂത്തെറിയേണ്ടി വരും. സർക്കാർ അധ്യാപികയുടെ കുപ്പായം അത്തരത്തിലൊന്നായതുകൊണ്ട് അത് ഞാൻ ഉപേക്ഷിക്കുന്നു. എൻ്റെ രാജി സ്വീകരിച്ചാലും. ജോലി മതിയാക്കിക്കൊണ്ടുള്ള സർക്കാർ സ്കൂളിലെ ഒരു അധ്യാപികയുടെ രാജിക്കത്തിൽ നിന്നുള്ള വരികളാണിത്. കയ്യേറ്റക്കാർ വെട്ടിവെളുപ്പിച്ച അട്ടപ്പാടിയിലെ മൊട്ടക്കുന്നുകളൊന്നിൽ സ്വാഭാവിക വനം വളർത്തിയെടുത്ത് പ്രകൃതിയോട് ഇണങ്ങിയും പിണങ്ങിയും ജീവിക്കുന്ന അധ്യാപക ദമ്പതികളായ വിജയലക്ഷ്മിയും ഗോപാലകൃഷ്ണനും. സർക്കാർ ജോലി പാതി വഴിയിൽ ഉപേക്ഷിച്ചവരാണ് ഇരുവരും. സാമ്പ്രദായിക വിദ്യാഭ്യാസ രീതി നമ്മുടെ കുട്ടികളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്ന്, അതല്ലെങ്കിൽ പഠനഭാരം അവരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? സ്കൂളിൽ നിന്നുള്ള ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലെങ്കിലും 5ലധികം ഭാഷകൾ അറിയാവുന്ന, ഗണിതവും സാങ്കേതിക വിദ്യയുമെല്ലാം അനായാസം കൈകാര്യം ചെയ്യുന്ന മക്കളും കൊച്ചുമക്കളും എല്ലാം അടങ്ങുന്ന ശിക്ഷഗണങ്ങളാണ് സാരംഗ് എന്ന് പേരിട്ടിരിക്കുന്ന ഇവരുടെ സമാന്തര പാഠശാല നമുക്ക് നൽകുന്ന ഉത്തരം. നിലവിലെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾക്കുള്ള ഒറ്റമൂലിയല്ല താങ്ങാവുന്ന വിദ്യാഭ്യാസമെന്ന ഈ പുസ്തകം. മറിച്ച് അനുഭവങ്ങളിൽ നിന്നും സ്വന്തം പരീക്ഷണശാലയിൽ നിന്നും നമ്മുടെ കുട്ടികൾക്ക് താങ്ങും തണലുമാവുന്ന വിദ്യാഭ്യാസ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വയ്ക്കുകയാണിവർ. ഭരണകൂടങ്ങളെ മാറ്റി പ്രതിഷ്ഠിക്കുന്നതിലൂടെയല്ല സാമൂഹിക മാറ്റം ഉണ്ടാവുകയെന്നും, മറിച്ച് നല്ല വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്നതിലൂടെ ആവുമെന്ന അടിസ്ഥാന ശിലയിലൂന്നിയാണ് സാരംഗ് പ്രവർത്തിച്ചു വരുന്നത്.